ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഒരു 2 പിടിയോളം മുതിരയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 250 ml കപ്പിന് അരക്കപ്പാണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അല്ലാതെ ഒരു 2 പിടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുക. അതിൻ്റെ അടിയിൽ കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി അരിച്ചെടുത്തതിന് ശേഷം ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്കൊന്ന് കഴുകി കൊണ്ടുവരാം കേട്ടോ. വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് കഴുകി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഇടണം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. മുതിരയ്ക്ക് അത്യാവശ്യം നിങ്ങൾക്കറിയാലോ നല്ല വേവ് ഉണ്ടാവും. അപ്പോൾ ഒരു 5-6 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുത്തുള്ളൂ. ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം കേട്ടോ. നല്ലപോലെ വെന്ത് കിട്ടണം. അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. നമ്മളൊരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. മുതിര കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ റെസിപ്പീസ് ഉണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മുതിര കൊണ്ടുള്ള റെസിപ്പീസ് സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു 6-7 റെസിപ്പീസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല പഴുത്ത തക്കാളി ചേർക്കണം. ഒരു മീഡിയം ടൈപ്പ് തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം മതി. എൻ്റെ കയ്യിൽ ചെറിയ തക്കാളിയായിരുന്നു, അതുകൊണ്ട് ഞാനൊരു 2 എടുത്തിട്ടുണ്ട് കേട്ടോ. മീഡിയം ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഒരെണ്ണം മതിയാവും. നല്ല പഴുത്ത തക്കാളി എടുത്തോളൂ. ഒരുപാടങ്ങ് ചെറിയ പീസാക്കിയൊന്നും വേണ്ട. ഇതുപോലെ കട്ട് ചെയ്തങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതിൽ മുളക് പൊടി അതിന് പിന്നീട് എരിവിന് വേറെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് മാത്രം പച്ചമുളക് ഒരുപാടങ്ങ് ചേർത്ത് കൊടുക്കേണ്ട. ഒരു 1-2 പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ തക്കാളി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 പച്ചമുളകോളം ചേർക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്തിട്ട് ഒരു ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ വെള്ളം കുറച്ച് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളൊരു 5-6 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ ഒത്തിരി കൂടി വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതലായിക്കോട്ടെ, കുഴപ്പമില്ല. ഒരുപാടങ്ങ് കൂട്ടാതിരുന്നാൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്ത് കിട്ടണം കേട്ടോ. കുറച്ച് ഉടഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. മുതിര ആയതുകൊണ്ട് തന്നെ അധികം ഉടഞ്ഞ് കിട്ടില്ല. അപ്പോൾ മാക്സിമം എത്രത്തോളം നന്നായി വേവിക്കാവോ അത്രത്തോളം നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്, വെന്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഒരു പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്കിനകത്തേക്ക് ചെറിയുള്ളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ല ചെറിയ ചെറിയുള്ളിയൊക്കെ ആണെങ്കിൽ ഒരു 15-20 ഒക്കെ എടുക്കാം. അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണെങ്കിൽ ഒരു 10-12 ഒക്കെ എടുത്താൽ മതി. കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളി അത്യാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു 4-5 വെളുത്തുള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ ഉള്ളി അത്യാവശ്യം നല്ലപോലെ ഒന്ന് വഴണ്ട് വരട്ടെ. നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കേട്ടോ, ഒരുപാട് ചേർക്കണ്ട. പിന്നെ ഇതിനകത്ത് നമ്മൾ എരിവിന് ചേർത്ത് കൊടുക്കുന്ന ചതച്ച മുളകാണ്, നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് വറ്റൽമുളകൊന്ന് ക്രഷ് ചെയ്ത് ചതച്ചെടുത്താൽ മതി. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഇത്തിരി കൂടി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് ഈ പൊടികളുടെയും അതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളകിൻ്റെയൊക്കെ ആ ഒരു പച്ചക്കുത്തൊന്ന് മാറണം. അതുവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം നല്ല കുറച്ച് വയ്ക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ആ ഒരു പച്ചക്കുത്തൊന്ന് മാറണം. എന്നിട്ട് നമ്മളിതാ വേവിച്ച് പ്രഷറൊക്കെ കളഞ്ഞതിന് ശേഷം പോയതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മുടെ കുക്കറിൻ്റെ ആ ഒരു മുതിരയുടെ കൂട്ടിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുതിരയിൽ കണ്ടല്ലോ കുറച്ച് വെള്ളമുണ്ട്. വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലിപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. ആ മുതിരയുടെ കൂട്ടിലേക്കാണ് നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മുതിര നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം വെള്ളം കുറവാണ്, കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കാരണം മുതിര ആയതുകൊണ്ട് തന്നെ ഒന്ന് തിളയ്ക്കുമ്പോൾ ഒന്നുകൂടെ ഒക്കെ കുറുകും. അതുകൊണ്ടാണ്. നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ പച്ചമുളക് ചേർക്കുമ്പോൾ നമ്മൾ വറ്റൽമുളക് ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. വറ്റൽമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അതുകൊണ്ട് പച്ചമുളകിൻ്റെ അളവ് ഒരുപാട് കൂട്ടണ്ട കേട്ടോ. അതുപോലെ തന്നെ വറ്റൽമുളക് ചേർക്കുമ്പോൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. എരിവ് കൂടരുത്. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബാക്കി കാര്യങ്ങൾ പിന്നീട് ചെയ്താൽ മതി. അപ്പോൾ എന്താ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഞാൻ കറിവേപ്പില ചേർത്തു. ഇനി ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അതാണ് നമ്മുടെ കറക്റ്റായിട്ട് ആ കറിയുടെ ഒരു ടേസ്റ്റ് കിട്ടുക.
അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു മാഷറോ എന്തെങ്കിലും നമുക്ക് എടുക്കാം. നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ദാ ഇതുപോലൊരു മാഷർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തായാലും നമ്മുടെ തൈര് കടയുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതാണെങ്കിലും മതി. അതല്ല ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലൊരു കട്ടിയുള്ള തവി വെച്ചിട്ട് ഉടച്ചെടുത്താലും മതി. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഫുള്ളങ്ങ് ഉടഞ്ഞ് അങ്ങ് കുഴമ്പ് പോലെ ആവണ്ട. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. മൊത്തത്തിലങ്ങ് ഉടയ്ക്കേണ്ട, എന്നാൽ മാക്സിമം എത്രത്തോളം ഉടയ്ക്കാവോ ആ രീതിയിൽ ഉടച്ചെടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് ഇങ്ങനെ ചെയ്യുമ്പോൾ. നമ്മൾ ഓൾറെഡി മുരിങ്ങയിലയുടെ ഒരു റെസിപ്പി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? സ്ഥിരം കാണുന്നവർക്ക് ഓർമ്മയുണ്ടാവും. മുരിങ്ങയില നമ്മളിതുപോലെ കറി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക രീതി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാൻ, കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഉടയ്ക്കരുത്. ഉടച്ച് കഴിഞ്ഞാൽ അങ്ങ് വല്ലാണ്ട് അങ്ങ് തിക്കായി പോവും. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഒരു പാൻ എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും കുറച്ച് കടുക് ചേർത്തൊന്ന് പൊട്ടിക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു 4-5 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞത് നമ്മൾ അരിഞ്ഞ് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മൾ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നപ്പോഴേക്കും ചെറിയ ഉള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചെറിയ ഉള്ളി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നല്ലപോലെ ഒന്ന് കളർ ചേഞ്ചായി വരണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്യുക. 2 വറ്റൽമുളക് കളർ ഒന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും 2 വറ്റൽമുളക് കട്ട് ചെയ്തും കൂടി ഇട്ടതിന് ശേഷം ഇത് മതിയാവും. ഈ ഒരു കളർ മതി. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുതിരയുടെ കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കരുത്, ഒരുപാടങ്ങ് തിക്കാക്കി എടുക്കരുത് കേട്ടോ. ആ ഒരു പരുവത്തിലെടുക്കണം. വെള്ളമൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കണം കേട്ടോ മുതിര. ഒരുപാടങ്ങ് കുറുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഉടച്ചെടുക്കുമ്പോൾ ഒരുപാട് അതിലും കുറുകിപ്പോവും. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ഒരു ഇത്തിരി കൂടി ലൂസാക്കിയാലും കുഴപ്പമില്ല. തിക്കല്ല, ഇത്തിരി കൂടി ലൂസാക്കിയാലും കുഴപ്പമില്ല. ഓവറങ്ങ് ലൂസായി പോകരുത്. കണ്ടോ, നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. ട്രൈ ചെയ്യാൻ മറക്കരുത്. മുതിര കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ മുതിര കൊണ്ടിട്ടുള്ള റെസിപ്പീസിൻ്റെയൊക്കെ ലിങ്ക് പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. ആ ഒരു പ്ലേലിസ്റ്റ് ലിങ്ക് ചെക്ക് ചെയ്താൽ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും നമുക്കതിൽ കാണാൻ പറ്റും കേട്ടോ, മുതിര കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതുപോലെ ഉള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ബട്ടൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തില്ല. ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നേരത്തെ റെസിപ്പീസൊക്കെ കാണാത്തവർ കാണാൻ മറക്കരുത്. അതുപോലെ നമ്മൾ ലഞ്ച് മെനുവിൻ്റെ റെസിപ്പീസ്, ഉച്ചയോണ്ട് റെസിപ്പീസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ വീക്കിലും നമ്മളിങ്ങനെ ഒരു സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നാടൻ റെസിപ്പീസാണ്, വെജിറ്റേറിയൻ ഊണിൻ്റെ റെസിപ്പീസാണ്, 3-4 കൂട്ടം കറികളും ചേർത്തിട്ടുള്ള ഉച്ചയോണ്ട് റെസിപ്പീസ്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഉച്ചയോണ്ട് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട്, ലഞ്ച് മെനു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇട്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം നമുക്കതിൽ കാണാൻ പറ്റും. ഒരു 17-18ഓളം വീഡിയോസ് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.